അതായത് ഈ മുംബൈയിൽ നാവിക ആസ്ഥാനത്ത് നിന്നും ആയുധം കാണാതായി. റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നാണ് തോക്കും വെടിയുണ്ടകളും കാണാതായത്. നേവി അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിന്റെ കൂടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കൂ അർജുൻ. സെപ്റ്റംബർ 6-ാം തീയതിയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അവിടെ നാവികസേനയുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ, അതായത് റെസിഡൻഷ്യൽ മേഖലയിൽ ഇത്തരത്തിൽ സെൻട്രി ഡ്യൂട്ടി, അതായത് കാവൽ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ തോക്കും വെടിയുണ്ടകളും എല്ലാം തന്നെ കാവൽ ചുമതല നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഈ ഡ്യൂട്ടിയിൽ നിന്നും റിലീവ് ചെയ്യാൻ, അതായത് ചുമതലയിൽ നിന്ന് മാറ്റാൻ മറ്റൊരു ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരുന്നു. ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഇയാൾ ഈ തോക്കും വെടിയുണ്ടകളെല്ലാം തന്നെ നൽകുന്നൊരു അവസ്ഥ കൂടി ഉണ്ടായി. അതിനുശേഷം അവിടെ പകരം ചുമതലയിൽ വന്ന ആ ഡ്യൂട്ടിക്ക് വന്ന ആ ഉദ്യോഗസ്ഥനെ കാണാതായി. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കും വെടിയുണ്ടകളും എല്ലാം കാണാതായി എന്നുള്ള കാര്യമാണ് നിലവിൽ ഡിഫൻസ് PRO വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പകരം ചുമതല ഏൽക്കാൻ വന്നയാൾ അത് നാവികസേന ഉദ്യോഗസ്ഥനായിരിക്കില്ല എന്നുള്ള നിഗമനത്തിൽ കൂടിയാണ് ഇപ്പോൾ നാവികസേന എത്തിയിരിക്കുന്നത്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച കൂടി സംഭവിക്കുന്നു. സെപ്റ്റംബർ 6-നാണ് ഇത് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ വ്യക്തമായിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നാവികസേന ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. അവർ മുംബൈ പോലീസിന്റെ സഹകരണത്തോടു കൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത്.